മതി 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 വേറെ ആരും തള്ളണ്ട വേറെ ആരും കേറിക്കോട്ടെ അവര് മതിയെന്നേ ഈ ഫോണൊന്നും മതിയാടാ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അറിയത്തില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ ഞങ്ങൾ ഒരു പ്രകോപനോട് സൃഷ്ടിച്ചില്ല. ഞാൻ എന്റെ അടുത്ത് സംസാരിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെടണം എന്ന് മാത്രമേ പറഞ്ഞു. അതിന്റെ പേരിൽ പോലീസ് നടത്തിയ ഒരു നാടകം, അതിന്റെ അവസാനം യൂത്ത് കോൺഗ്രസ് നേതാവിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അതായത് വിടാതെ നമ്മൾ മാറുന്നു. അതാണ് പൊതുവെ പറയാനുള്ളത്. അദ്ദേഹത്തെ ഒരാളെ എടുത്തിട്ടില്ല. എന്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വന്നിട്ടില്ല. എന്തിന്റെ പേരില്ല? ഞങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ മാറിക്കൊടുക്കാനേ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ പ്രതിഷേധം പറയണം. ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം. ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന്റെ കൈ തന്നെ പിടിച്ച് ഇരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഇതാണ് നിലപാട്. എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എല്ലാത്തിനും പരിധിയില്ലേ? ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥയെത്തും. മുണ്ടക്കയും ചൂരൽമലയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തോട് കാണിക്കുന്നതുകൊണ്ട് ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ ആരെയും പറഞ്ഞില്ല. അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ട് മാറും. അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ വന്നതാണ്. അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡി എടുത്ത് വെച്ചിരിക്കുക. ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതിനൊക്കെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ അസസ് ചെയ്യുള്ളൂ. 6 ആംബുലൻസ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു വാക്ക് പറയണമെന്നേ പറയുള്ളൂ. ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാണെന്ന് പറയുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് തന്നെ പിന്നോട്ട് പോകാൻ പറ്റും. ഒരു കാരണവശാലും മുന്നോട്ട് പോകും.